ിലോട്ട് പോളോയും മെന്റോസും കൂടിയിട്ട് അതിൽ കൊക്കക്കോള ഒഴിച്ച് പോൺ വീഡിയോയിൽ കണ്ട പോലെ ചെയ്തതാണ്. ഇപ്പൊ പാർട്ട്ണർ ഹോസ്പിറ്റൽ ഉറപ്പായിട്ടും ഇത് ഹോസ്പിറ്റൽ മാത്രമല്ല ചെയ്ത ആൾക്ക് കേസ് വരെ വരും. ഇത് ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ഇത് സത്യമായിട്ടാണ്. ഇത് സെക്സ് അല്ല, ഇത് പീഡനം. ഇതിനെതിരെ ഇവൻ നിയമ നടപടി എടുക്കേണ്ട. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അസ്സലാമുള്ള ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിലോട്ട് ഞാൻ വരാം. അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. അതായത് നമ്മൾ ഈ സെക്സ് എന്ന് പറയുന്നത് എന്താണ്? സത്യം പറഞ്ഞാൽ എന്താണ്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ കിട്ടുന്ന ഒരു സുഖവും കാര്യങ്ങളും ഒക്കെയാണ് സെക്സ് എന്ന് പറയുന്നത്, അല്ലേ? ആണ്. പക്ഷെ അതിന് ഈ എക്സ്ട്രീം ലെവലിൽ പോയിട്ട് ഒരുമാതിരി കോപ്രായം കാണിച്ച് പീഡനത്തിന് തുല്യമാക്കി വല്ല വോളിത്തനം കാണിക്കുന്നതിന് ഒരിക്കലും സെക്സ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഫോർ പ്ലേ ആയാലും മാന്യമായ രീതിയിലായിരിക്കണം. അല്ലാതെ ഫോർ പ്ലേ എന്ന് പറഞ്ഞാൽ മറ്റേ അടിച്ച് ഏറി കേട്ടുന്ന പരിപാടിയൊന്നും കാണിച്ചോളായില്ലേ ഫോർ പ്ലേ ആയാലും. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ അസ്ലയുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ കിളി പറന്നിരിക്കുകയാണ്. എന്തോന്നടേ ഇത് എന്നുള്ള മെന്റാലിറ്റിയിൽ ഞാൻ ഇങ്ങനെ ഇത്രയും ബോധം വിവരം കഴപ്പൂത്തവന്മാരും ഉണ്ടല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് കിളി പറന്നിരിക്കുകയാണ്. ഇതൊക്കെ എന്തോന്നണ്ടേ? ഇത് ആ അസ്ലയുടെ ആ വീഡിയോയിൽ കാണുന്ന കമന്റ് അത് ഒറിജിനൽ ആണെങ്കിൽ അവനെതിരെ നിയമ നടപടിയും കാര്യങ്ങളും ഉറപ്പായിട്ട് എടുക്കേണ്ടതാണ്. ഒരു വിട്ടുവീഴ്ചയും കാണിക്കാൻ പാടില്ല. കാരണം അതൊരു സെക്സ് ആയിട്ട് എനിക്കത് കണക്ക് കൂട്ടാൻ എനിക്ക് പറ്റുന്നില്ല. അതൊരു പീഡനമാണ്. പീഡനം, റേപ്പ്, ആ ഒരു ലീഗിൽപ്പെട്ട സാധനമാണ് അവൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും അസ്ലയുടെ ആ വീഡിയോ ഞാനൊന്ന് കൊടുക്കാം. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ആരാ ഈ കമന്റ് ഇട്ടേ? ഏതാതൊന്നും എനിക്കറിയില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ കണ്ട കമന്റ് ആണ്. ചിലവർക്ക് ഇത് കാണുമ്പോൾ തമാശയായിട്ട് തോന്നും, ചിലവർക്ക് ഇത് പേടി. എനിക്കിത് കണ്ടപ്പോൾ കയ്യും കാലും വിറക്കും. ഇപ്പോഴും മാറിയിട്ടില്ല. അതിൽ പറയുന്നത് പാർട്ട്ണറിന്റെ വെജൈനയിലോട്ട് പോളോയും മെന്റോസും കൂടിയിട്ട് അതിൽ കൊക്കക്കോള ഒഴിച്ച് പോൺ വീഡിയോയിൽ കണ്ട പോലെ ചെയ്തതാണ്. ഇപ്പൊ പാർട്ട്ണർ ഹോസ്പിറ്റൽ ഉറപ്പായിട്ടും ഇത് ഹോസ്പിറ്റൽ മാത്രമല്ല ചെയ്ത ആൾക്ക് കേസ് വരെ വരും. ഇത് ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ഇത് സത്യമായിട്ടാണ് ഈ കമന്റ് ഇട്ടെങ്കിൽ ചിലവരിങ്ങനെ തമാശക്ക് ചുമ്മാ തോന്നിയതൊക്കെ വിളിച്ച് പറയും, കമന്റ് ഇടും. അല്ലെങ്കിൽ ഇത് സീരിയസ് ആയിട്ടാണെങ്കിൽ ഇത് ഭയങ്കര വലിയ പ്രശ്നമാണ്. നമുക്ക് എന്തുകൊണ്ട് സ്കൂളിലും കോളേജിലും സെക്സ് എഡ്യൂക്കേഷൻ നിർബന്ധമായിട്ട് കൊടുക്കണം എന്ന് പറയണതിന്റെ മെയിൻ ഒരു എക്സാമ്പിൾ ആണ് ഇങ്ങനത്തെ ഒരു കമന്റ് എന്ന് പറയുന്നത്. ഈ കമന്റ് ഇട്ടിട്ടുള്ള സത്യമാണെങ്കിലും നോണയാണെങ്കിലും ആ ഒരാളുടെ മൈൻഡ് സെറ്റാണ് ഇതിൽ കൂടെ കാണിക്കുന്നത്, അല്ലേ? അപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. നമ്മൾ പോലെ അല്ല, ബാക്കി ചുറ്റിനും പലവരും ഈ പോൺ വീഡിയോ കാരണം പലതും ചിന്തിച്ച് തെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇതെന്തോന്നാണ്? നിങ്ങൾ ആ കമന്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ കിളി പറക്കും. ഞാൻ ഒന്ന് വായിക്കാം കമന്റ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വെജനയില് ഈ പോളോയും മറ്റേ മെൻഡോസും അതുമൊക്കെ ഇട്ട് കൊക്കക്കോള അടിച്ച്. ഞാൻ കമന്റ് വായിക്കാം. സാംസൺ ഫയർ അതാണ് ഐഡിയ കേട്ടാ. അത് ഒറിജിനൽ ഐഡിയ ആണ്. ഇത് എനിക്ക് ഫേക്ക് കമന്റ് ആണോന്ന് അറിയില്ല. അവന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വന്ന അസ്ലയുടെ വീഡിയോയിൽ കമന്റ് ചെയ്താണോന്ന് എനിക്കറിയില്ല. എന്തായാലും കമന്റ് ചെയ്യാൻ വായിക്കാം. ചേച്ചി, ഞാൻ എൻ്റെ പാർട്ട്ണറിന്റെ യോനിയിൽ മെൻഡോസ് മുട്ടായും 2 പോളോ മുട്ടായും ഇട്ട് പിന്നെ യോനിയിൽ കൊക്കോ കോളയും ഒഴിച്ച് പോൺ സൈറ്റിൽ കണ്ടു. ബ്രാക്കറ്റിൽ നല്ല പ്രഷറിൽ യോനിയിൽ നിന്ന് ജ്യൂസ് തെറിച്ച് അവൾക്ക് ബ്ലീഡിങ് ഉണ്ടായി. ബ്ലീഡിങ് നിർന്നില്ല. ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. യൂട്രസിൽ നീര് വീണിട്ടുണ്ട് എന്ന് പറഞ്ഞ് സർജറി വേണം. നീ ഇതെന്തോന്നാണ് കാണിച്ചത്? ഇതെന്തോന്നാണ്? കൊക്കോകോളയും മെൻഡോസും കൂടി മിക്സ് ചെയ്ത് നീ ഇതെന്തോന്നേ? ഇതെന്തോന്നാണ് ആൾക്കാർ കാണിക്കുന്നത്? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടിരിക്കുന്നു. ഇത്രയും ബോധവും വിവരം. ഇത് എന്തോന്നേ? ഇത് വട്ടാണ് നിനക്കൊക്കെ? വട്ടാണ്? അല്ലെങ്കിൽ ഇമാതിരി പരിപാടി നീയൊക്കെ ചെയ്യൂ? പാർട്ട്ണറിനെ ഇങ്ങനെയാണ് ദ്രോ? ഇത് സെക്സ് അല്ല. ഇത് നിനക്ക് എന്തോ സൈക്കോത്തനം മണ്ടക്കകത്ത് കിടക്കുകയാണ്. സൈക്കോ ആണ് നീ. ഈ കമന്റ് അടിച്ചിട്ടുള്ള സൈക്കോ ആണ്. ഇത് റിയൽ ആയാലും റിയൽ അല്ലെങ്കിലും നീ കാണിച്ച പരിപാടി വെച്ച് നോക്കുമ്പോൾ നീ ഒരു സൈക്കോയാണ്. ഒരിക്കലും നിന്നെ സാധാരണ മനുഷ്യരുടെ ഇതിൽ കൂട്ടാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ സത്യം. നിനക്ക് എന്തോ ട്രീറ്റ്മെന്റ് വേണം. നിനക്ക് ട്രീറ്റ്മെന്റ് മാത്രം പോരാ, നിനക്ക് ഷോക്ക് തരണം. നല്ല ഷോക്ക് എടുത്ത് നിന്റെ ഉച്ചം തലയിൽ വെച്ച് തരണം. അല്ലെങ്കിൽ അല്ലാത്ത സാധാരണ മനുഷ്യർ ഇങ്ങനത്തെ പരിപാടി കാണിക്കത്തില്ല. ഇങ്ങനത്തെ പരിപാടി ചെയ്യാനുള്ളൊരു മാനസികമായ ഒരു ഇതുപോലും ഇങ്ങനെ ചിന്തിക്കത്തോലുമില്ല. നീ പറഞ്ഞപ്പോഴാണ് ഞാൻ സംഭവം ഈ എക്സ്പെരിമെന്റ് കണ്ടിട്ടുണ്ട്. ഈ കൊക്കോകോളയ്ക്കകത്ത് മെൻഡോസ് ഇട്ട് മെൻഡോസ് തെറിച്ച് മറ്റേ കൊക്കോകോള തെറിച്ചു പോകണം. നീ ഇതിപ്പോ ഈ പരീക്ഷിച്ചത് ഇവിടെ ആയിരുന്ന? എടേ, നിന്റെ പാർട്ട്ണർ എന്ന് പറയുമ്പോ ഇങ്ങനെയൊക്കെയാണ് നീ യൂസ് ചെയ്യുന്നത് നിന്റെയൊക്കെ പാർട്ട്ണറിന്. ഈ പാർട്ട്ണറിനോട് എനിക്ക് പറയാനുള്ളതാണ്, ഇങ്ങനെ ഒരു സംഭവം ഇത് റിയൽ ആണെങ്കിൽ മെൻഡോസ് വയ്ക്കാനും കൊക്കോകോള ഒഴിക്കാനുമാണ് നിന്ന് കൊടുക്കുന്നത്.
മെൻഡോസ് ഒഴിക്കാനും കൊക്കോക്കോള വയ്ക്കാനാണോ നിന്ന് കൊടുക്കുന്നത്? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഇതൊക്കെ എന്തോന്ന് സത്യം പറഞ്ഞാൽ നിന്നെ തൂക്കണം. നീ ഏവനാണെന്ന് അറിയണം. നിന്റെ നാട്ടുകാരുടെ മുമ്പിൽ നിന്റെ മുഖം വലിച്ചു കീറണം. കാരണം നിന്നെ പോലത്തെ ഉള്ളവന്മാർ ഈ സമൂഹത്തുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നിന്നെ പോലെ ബ്രൂട്ടലി റേപ്പ് ചെയ്യുന്ന ഒരുപാട് വൃത്തികെട്ടവന്മാർ ഈ നാട്ടിലുണ്ട്, കുപ്പി വരെ അടിച്ചു കയറ്റുന്നവന്മാർ, മനസ്സിലായി? അതുകൊണ്ട് നിന്നെയൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വലിച്ചു കീറി മാക്സിമം ശിക്ഷയാണ്. മീൻസ് നിനക്കൊക്കെ ഷോക്ക് തന്നെ അടച്ചിടണം. നിന്നെ ഒന്നും പുറത്തുവിടാൻ കൊള്ളത്തില്ല. കാരണം നീയൊക്കെ നാളെ എല്ലാ പെൺകുട്ടികൾക്കും ശാപമാണ്, മനസ്സിലായ? അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെക്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പെൺകുട്ടിയെ വേദനിപ്പിച്ചും കൊണ്ടാവരുത്. വേദനിപ്പിച്ചെന്ന് പറഞ്ഞാൽ അവൾക്ക് താല്പര്യമില്ലാതെയോ അല്ലെങ്കിൽ അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ നിൽക്കുന്ന ഒരു മൂഡിൽ അവളെ, മനസ്സിലായില്ലേ? അത് തന്നെ. അങ്ങനെ ഒരു ഇത് പാടില്ല. രണ്ടുപേരും മ്യൂച്വലി എടുത്തൊരു തീരുമാനം, രണ്ടുപേർക്കും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പാടുള്ള ഒരു കാര്യമാണ്. അല്ലാണ്ട് ചുമ്മാ നിനക്കൊക്കെ മറ്റേ സോഡാ കുപ്പിയും മറ്റേ ഇതും എടുത്ത് ഒഴിച്ച് മറ്റേ മിക്സി അടിക്കേണ്ട സാധനമല്ല ഇതൊന്നും, മനസ്സിലായ? അതൊക്കെ ഫസ്റ്റ് ഓഫ് മനസ്സിലാക്കുക. ഒരുമാതിരി വിവരവും ബോധം പൊക്കണവും ഇല്ലാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടണം. നിന്നെയൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുപോകണം. ഇതുപോലത്തെമാരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഈ കമന്റ് അടിച്ചവന്റെ ഇവൻ ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ നിന്റെ മനസ്സിൽ ഇത് ചെയ്യണം എന്നുള്ളൊരു സാധനം ഉണ്ട്, മനസ്സിലായി? നീ ഇത് ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ, എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു കേസ് നമ്മൾ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ഇവനെതിരെ കേസ് കൊടുത്ത് നിയമ നടപടി എടുക്കേണ്ട കാര്യമാണ്. നാളെ ആ പെൺകുട്ടി ഇവനിൽ എത്ര മാത്രം സേഫ് ആയിരിക്കും, എത്രമാത്രം സേഫ് ആയിരിക്കും എനിക്കറിയില്ല. 1% പോലും സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് സെക്സ് എന്ന് പറയുന്ന സാധനം എന്നാണ് നീയൊക്കെ ഉദ്ദേശിക്കുന്നതെങ്കിൽ നീയൊക്കെ നേരം കാലം ഇവിടെ നിന്ന് പൂട്ടിക്കെട്ടി പോണതായിരിക്കും നല്ലത്. പിന്നെ ഈ പ്രണയിക്കുന്ന ടൈമിൽ ചിലപ്പോൾ ചിലവന്മാർക്ക് ഒരു കളി കാണും. അവന്മാർ ചിലപ്പോൾ ഈ പ്രണയിക്കുന്ന ടൈമിൽ ഫോൺ വഴിയൊക്കെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, സെക്സ് ആകുമ്പോൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, മനസ്സിലായ? അങ്ങനെ പറയുന്നവന്മാരിൽ ഇങ്ങനെ പറയുന്നവന്മാർ ഏവനെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് പെമ്പിള്ളേർ അവൻ ആദ്യമേ ചവിട്ടി കൂട്ടിയെടുത്ത് പുറത്തെറിയുക. കാരണം വച്ച് പൊറപ്പിക്കരുത്. വച്ച് പൊറപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവന് തന്നെയാണ് ആപത്ത്. കാരണം ഇമാതിരി ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നവന്മാർ എനിക്ക് അറിഞ്ഞുകൂടാ, അവന്മാർ മനുഷ്യന്മാരാണോ വേറെ വല്ലതാണോ? മൃഗങ്ങൾ പോലും ഇങ്ങനെ ചെയ്യത്തില്ല, മനസ്സിലായ? കാരണം ഇതുപോലത്തെ ഈ സമൂഹത്തിലുണ്ട്. അവന്മാർ ഇതുപോലെ എവിടെയെങ്കിലും വിളിച്ചിരുന്ന് വല്ല ഫേക്ക് അക്കൗണ്ട് വഴിയൊക്കെ ഇതുപോലെ കമന്റും കാര്യങ്ങളൊക്കെ അടിക്കും. അവന്മാരെ തൂക്കി കഴിഞ്ഞാൽ പുറത്തു വിടൽ, അതാണ് ചെയ്യേണ്ടത്. ഉറപ്പായിട്ട് ഇതുപോലത്തെ ഉണ്ട്. നിങ്ങൾ പ്രണയിക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടോ ഇതുപോലത്തെ മെന്റാലിറ്റി, കല്യാണം കഴിഞ്ഞിട്ട് ഇതുപോലത്തെ മെന്റാലിറ്റിയൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കാമല്ലോ, ഡിവോഴ്സ് ചെയ്ത് കളയുക. വേണ്ട, എന്തിനാണ്? ഓരോരുത്തർ നമുക്ക് ഇങ്ങനെ വൈകൃതം പിടിച്ച് ഇങ്ങനെ മുട്ടി ഇങ്ങനെ ഒരു വല്ലായ്മയിൽ കിടപ്പുണ്ട്. ഇവനൊക്കെ നേരം കാലം ഇവിടെ നിന്ന് അടിച്ചോട്ടിച്ച് ഇവിടെ ഒന്ന് ക്ലീൻ ആക്കണം. കാരണം ഇവനെ ഒന്ന് വിശ്വസിച്ച്, ഇതിപ്പോൾ നിങ്ങളെ ഫ്രണ്ട് സർക്കിളിലും പയ്യന്മാരുടെ അടുത്തായാലും കൂടി തന്നെയാണ് പറയാൻ പറ്റുന്നത്. നിങ്ങളെ കൂട്ടത്തിൽ ഇതുപോലെ ഏതെങ്കിലും വ്യക്തികൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവന്മാരെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അല്ലെങ്കിൽ അവന്മാർക്കെതിരെ എന്തെങ്കിലും നടപടികൾ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ വല്ല കൗൺസിലിങ്ങിനോ വല്ല ഷോക്ക് കൊടുക്കാനോ കൊണ്ട് കയറ്റണം, മനസ്സിലായി? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സംസാരിക്കുന്നവന്മാർ അങ്ങനെ ചെയ്യും. അവന്മാരെ കയ്യിൽ ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ അവന്മാർ അങ്ങനെ ചെയ്തിരിക്കും. അത് ഉറപ്പാണ്, അതിലൊരു മാറ്റമില്ല. കാരണം ഇങ്ങനെ കോമഡിക്ക് ചിലവന്മാർ പറയും. അവന്മാരെ മനസ്സിൽ അത് ഉള്ളതാണ് അവന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവന്മാർ ഇന്നലെ നാളെ ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യും, അത് പരീക്ഷിച്ച് നോക്കും. ഒരു സെക്സ് എന്ന് പറയുമ്പോൾ എൻ്റെ അറിവിൽ ഈ നമ്മൾ ഒരു മ്യൂച്വലി എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അത് പെണ്ണിനെ വേദനിപ്പിച്ചും കൊണ്ട് ചെയ്യുന്ന പരിപാടി അല്ലടേ. ഫോർ പ്ലേ എന്ന് വെച്ചാൽ ഇത് ഫോർ പ്ലേ എന്നല്ല നീ പറഞ്ഞ ഏതോ പ്ലേ, നിന്റെ മാത്രമുള്ള പ്ലേ. പെൺകുട്ടികൾ സൂക്ഷിക്കുക. ഇതൊക്കെ നമുക്ക് പയ്യന്മാർക്ക് ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ പെൺകുട്ടികൾ സൂക്ഷിക്കുക. നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ആയാൽ കൂടി ഇങ്ങനത്തെ പെരുമാറ്റങ്ങളിൽ സംസാരത്തിൽ കൂടി നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ ആ റിലേഷൻഷിപ്പ് അവിടെ ബ്രേക്ക് ചെയ്യുക. പിന്നെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഓടുക, ഇട്ടെറിഞ്ഞിട്ട് ഓടി രക്ഷപ്പെടുക. അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നിങ്ങൾ ചിലപ്പോൾ തേപ്പ് കാര്യം എന്നൊക്കെ പറയും. പക്ഷെ ഇങ്ങനത്തെ ഒരു സംസാര രീതികളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ സ്പോട്ടിൽ ഇട്ടിട്ട് ഓടുക. പിന്നെ അവിടെ തിരിഞ്ഞ് നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ ഇത് അനുഭവിക്കേണ്ടി വരും, മനസ്സിലായി? ഇതിപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മെൻഡോസ് കൊക്കോകോള പരീക്ഷണം എക്സ്പെരിമെൻ്റാണ് അവൻ ഇവിടെ നടത്തുന്നത്. അവൻ എന്ത് സുഖമാണ് അതിൽ നിന്ന് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. അവൻ അത് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നല്ല ഇവിടുത്തെ ചോദ്യം, മനസ്സിലായി? കാരണം ഇത് അവൻ്റെ മനസ്സിലുള്ള സാധനമാണ്. ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഇത് ചെയ്യും. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ളവനെ എന്തിനാണ് വെച്ച് പൊറപ്പിക്കണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് പെൺകുട്ടികൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത് ടോക്സിക് ഒന്നും അല്ലടേ, ഇത് വേറെ എന്തോ സംഭവമാണ്. ഇങ്ങനൊരു ടോക്കോ ഇങ്ങനൊരു രീതിയോ നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ, അതായത് കല്യാണം കഴിഞ്ഞാൽ കൂടി ഇട്ടിട്ട് പോകുക. നിങ്ങൾക്ക് നിങ്ങളുടെ സേഫ് ആയിരിക്കും എല്ലാം. അത് മാത്രമാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. വേറെ ഒന്നും കൂടുതൽ പറയാനില്ല. നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. അല്ലെങ്കിൽ ഇതുപോലത്തെ കഴിപ്പണം കെട്ടന്മാർ കയറി ഇറങ്ങി ജീവിതം കോഞ്ഞാട്ടയാകും. ഇവന്മാർ ഇതുപോലത്തെ ഉണ്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട് പറയുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു കമന്റ് ഷെയർ ചെയ്താൽ നന്നായി. കാരണം ഇതുപോലത്തെ ആൾക്കാരെ നമുക്ക് വീണ്ടും അറിയാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇതിപ്പോൾ പുതുതാണ്, വെറൈറ്റി.
എന്തായാലും അസ്ല ഈ ഒരു കമന്റ് ഷെയർ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അത് ഒഴിവാക്കുക. അല്ലാതെ ഇനിയിപ്പോൾ കമന്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ മാക്സിമം ആ ഒരു റിലേഷൻഷിപ്പ് ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.